ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആയുസ്സും ആരോഗ്യവും നൽകി പുതിയ ഒരു ദിവസം കൂടെ കാണുവാൻ നമ്മളെ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 16 മുതൽ 18 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 10-ാം അധ്യായം 10-ാം വാക്യം. ശെബ രാജ്ഞി ശലോമോൻ രാജാവിന് കൊടുത്ത സുഗന്ധവർഗം പോലെ അത്ര വളരെ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. ശലോമോൻ രാജാവിൻ്റെ കീർത്തി കേട്ടതിനു ശേഷം അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതിനായി യെരുശലേമിലേക്ക് വന്ന വ്യക്തിയാണ് ശെബ രാജ്ഞി. എന്നാൽ ഈ രാജ്ഞിയുടെ പേര് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നതേയില്ല. സൗദി അറേബ്യയുടെ ഹൃദയഭാഗത്തിൻ്റെ പഴയ പേരായിരുന്നു ശെബ എന്നത്. ഇതൊരു സ്ഥലനാമമാണ്. പ്രഗത്ഭരായ സുഗന്ധ വ്യഞ്ജനത്തിൻ്റെയും രത്ന വ്യാപാരങ്ങളുടെയും നാടായിരുന്നു ശെബ എന്നത്. ഇവരിൽ നിന്നാണ് ഇസ്രായേല്യർക്ക് രത്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ലഭിച്ചിരുന്നത്. ഈ പ്രഭാതത്തിൽ ഈ രാജ്ഞിയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഈ രാജ്ഞിയുടെ ഒരു വലിയ ഗുണവിശേഷം ഏവരെയും പ്രശംസിക്കുന്ന വ്യക്തി ആയിരുന്നു. ഇവിടെ 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിലും 2 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിലും ഒരേ സംഭവ കഥയാണ് വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ശെബ രാജ്ഞി ശലോമോൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ശലോമോൻ്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിക്കുന്നുണ്ട്. അവരുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു. എന്നാൽ രാജാവിന് പറയുവാനായിട്ട് കഴിയാത്തതായിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ രാജ്ഞി രാജാവിനോട് പറയുന്നു, ഞാൻ എൻ്റെ ദേശത്ത് വച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. എന്നാൽ ഞാൻ വന്ന് കാണുന്നത് വരെ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ ഈ കണ്ടതിൻ്റെ പകുതി കാര്യങ്ങൾ പോലും എൻ്റെ രാജ്യത്ത് വച്ച് ഞാൻ കേട്ടിരുന്നില്ല എന്ന് ശലോമോൻ രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഏവരെയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. നിൻ്റെ ഭാര്യമാർ ഭാഗ്യവതികൾ എന്ന് രാജ്ഞി പറയുന്നുണ്ട്. ഭൃത്യന്മാരെയും എല്ലാം ഭാഗ്യവാന്മാർ എന്നൊക്കെ രാജ്ഞി അവിടെ പ്രശംസിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, നിന്നെ ഇസ്രായേലിൻ്റെ രാജാസനത്തിലിരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ച നിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന്. യഹോവ ഇസ്രായേലിനെ എന്നേക്കും സ്നേഹിക്കൊണ്ട് നീതിയും ന്യായവും നടത്തേണ്ടതിന് നിന്നെ രാജാവാക്കിയിരിക്കുന്നു എന്ന രാജ്ഞി രാജാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ രാജാവിൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദൈവത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ശലോമോൻ രാജാവിലൂടെ ദൈവബോധം അങ്ങനെ ഈ ശെബ രാജ്ഞിക്ക് പകർന്നു കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ദൈവബോധമാകാം അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ പറയുന്നതിന് പ്രകാരം എത്യോപ്യയിലും ന്യായപ്രമാണം എത്തിയത് എന്ന ചരിത്രകാരന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. രണ്ടാമതായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന രാജ്ഞി എന്ന നിലയിൽ അയൽ രാജ്യവുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത് ആവശ്യമായിരുന്നു. ശെബ ദേശം മുക്കാറിബ് എന്നറിയപ്പെടുന്ന പുരോഹിത രാജാക്കന്മാരായിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. എന്നാൽ ഇക്കാലത്ത് ചില പ്രദേശങ്ങൾ, അതായത് തെക്ക് പടിഞ്ഞാറൻ അറേബ്യ, എത്യോപ്യൻ പ്രദേശങ്ങൾ തുടങ്ങിയവ സ്ത്രീകൾ ഭരിച്ചിരുന്നതായി പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ശലോമോനെ പോലെ ശക്തനും സമ്പന്നനുമായ രാജാവുമായിട്ടുള്ള ഈ ബന്ധം തൻ്റെ രാജ്യത്തിൻ്റെ വ്യാപാര കാര്യങ്ങൾ സുഗമമായി നടക്കുന്നതിന് ഇടയായിത്തീരും. കാരണം ശേബ നിവാസികൾ പ്രഗത്ഭരായ രത്ന സുഗന്ധ വ്യഞ്ജന വ്യാപാരികളുമാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇന്ന് എപ്രകാരമാണ്? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ പുതിയ ദിവസത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ പ്രഭാതത്തിൽ കേട്ടതുപോലെ മറ്റുള്ളവരെ അഭിനന്ദിക്കുവാനും ദൈവബോധം ആഴമായി ഞങ്ങളിൽ രൂപപ്പെടുത്തുവാനും ഞങ്ങളിലൂടെ മറ്റുള്ളവർ അങ്ങയെ കാണുന്നതിനും ഒരു മുഖാന്തരം ആക്കി തീർക്കണമേ. ആമേൻ.